അങ്ങനെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കൂലി മുടക്കിയിട്ട് നമ്മളെ തമിഴ് മൂവി അവരുടെ രജനീകാന്തിൻ്റെ, അപ്പോൾ അത് കാണാൻ പോവാണ് ഇന്ന്. അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 4 പേരാണ് മൂവി കാണാൻ പോകുന്നത്. മൂവി കാണാൻ പോയതിന് ശേഷം, കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂ, ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞങ്ങൾ പങ്കുവയ്ക്കും. ഇപ്പം ഞാനുള്ളത് ബഹ്റൈനിലാണ്. ഞങ്ങൾ പോകുന്നത് ജുഫേർ മാളിലുള്ള മുക്ത തിയേറ്ററിലാണ് ഞങ്ങൾ പോകുന്നത്. 10:30ക്കാണ് ഷോ. ഇപ്പം 10:05 ആയിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഞങ്ങളങ്ങനെ സിഗ്നലിൽ വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ ട്രാവലിംഗ് ഉണ്ട്. സിഗ്നൽ ഓപ്പണായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ജുഫേർ ഹൈവേയിലൂടെ ഞങ്ങൾ 80-90 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയൊന്നുമില്ല, നോക്കണ്ട, ഞാൻ വെറുതെ അത്രയൊന്നുമില്ല. നമ്മൾ കാണാൻ പോകുന്നത് ലോകേഷ് കനകരാജിൻ്റെ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി. രാവിലെ ചെറിയ രീതിയിലുള്ള റിവ്യൂ ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും മൈൻഡ് ആക്കിയിട്ടില്ല. രണ്ടും കൽപ്പിച്ച് എന്തായാലും ടിക്കറ്റ് എടുത്ത് നമ്മൾ പടത്തിന് പോയിട്ട് നമ്മളുടേതായ അഭിപ്രായം എന്താണെന്ന് നിങ്ങളോട് പറയും. ഗ്ലാസിൻ്റെ മറ്റേ ഇതില്ല കേട്ടാ, ക്ലിയർ ഇല്ലാത്തണ്ടേ, അത് കുഴപ്പമില്ല. മറ്റേ ഗ്ലാസിന്റെ മറ്റേതടി. അതിസുന്ദരമായ ജുഫേറിലോട്ട് പോകുന്ന പാലമാണ്. ഇതിപ്പം പണി കഴിപ്പിച്ച പാലമാണിത്. ഏകദേശം ഒരു 8 മാസമായി കാണുമല്ലേ. നമ്മൾ ഏകദേശം തിയേറ്റർ എത്താറായിട്ടുണ്ട്. നമ്മൾ വീണ്ടും സിഗ്നലിൽ സ്റ്റക്കായി ഗൈസ്. അടുത്ത സിഗ്നൽ ഇങ്ങോട്ട് നോക്കൂ, അതിമനോഹരമായ ഒരു വ്യൂ ആണ്. വീണ്ടും സിഗ്നലിൽ നിന്ന് മുന്നോട്ട് പോകുകയാണ്. അതാ നോക്കൂ, മാനത്തൊരു സംഭവമുണ്ട്, കണ്ടോ? ഇതെന്ത് പാർക്കിംഗ് ആണോ? എവിടെയാ? ഇല്ല, ഈ ഏരിയയിലോട്ട് കഴിക്കാൻ വന്നിട്ടില്ല. എന്നാ പിന്നെ നമുക്ക് തണുപ്പാമ്പ് വരാം. അതെ, ചൂടത്തോടെ കാണാൻ. ഇല്ല, അതില്ല, സിനിമ കണ്ടിട്ടൊന്നും വരണ്ട. ഞാനിപ്പം നെയ്ച്ചോറ് കഴിച്ചായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ പെപ്പറും കഴിച്ചു. ഫറക്കിലെ തലശ്ശേരി റെസ്റ്റോറൻ്റ് അല്ല. അടിപൊളിയാ. ഉച്ചക്കത്തെ ബിരിയാണിയൊക്കെ അടിപൊളി, സൂപ്പറാ. കഴിപ്പില്ല. നല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ നിന്നായിരുന്നു കഴിച്ചത്. കഴിഞ്ഞ ആഴ്ച റൂമിൽ വെച്ചില്ല. ഞാൻ റൂമിൽ നെച്ചോറ് വെക്കുന്നില്ലായിരുന്നു. ചൂടും കൂടെ ആയതുകൊണ്ട് പിന്നെ ഇപ്പം എല്ലാത്തിനും പാടും. ഞങ്ങളിപ്പോൾ അങ്ങനെ ജുഫേർ എത്തിയിരിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒരുപാട് കെട്ടിടങ്ങൾ, ഹോട്ടലുകൾ. ബഹ്റൈൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തന്നെ പറയാം. നമ്മൾ നേരെ കാണുന്നത് ലുലു ആണ്. അതിനകത്ത് തന്നെയാണ് നമുക്ക് തിയേറ്റർ വരുന്നത്. രണ്ട് സൈഡിലും വലിയ വലിയ ഹോട്ടലുകളാണുള്ളത്. താജ് പ്ലാസ ഹോട്ടൽ.
നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിനകത്ത് നമ്മൾ പാർക്ക് ചെയ്യണം. പാഞ്ഞു പറിച്ചു വരുന്ന പൊന്നു നിർത്തി താടി. നമ്മൾ ഇതിനകത്ത് വണ്ടി പാർക്ക് ചെയ്യുക. ഇത് ഫ്രീ അല്ലേ? എത്ര നേരം വേണമെങ്കിലും ഇട്ടേക്കാം. പറയും കിട്ടണമല്ലേ? ഇത് ഈ മാളിന്റെ പാർക്കിംഗ് അല്ലേ? നമ്മളങ്ങനെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. നമ്മൾ എസ്കലേറ്റർ വഴി പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ആരാ? ഞാനാ? അയ്യോ അയ്യോ അയ്യോ. ഇത് വേറെ സ്ഥലത്തോട്ട് നിനക്ക് ഇതാക്കണ്ടേ? നിങ്ങളെങ്ങോട്ട് വന്ന്? നമ്മൾ 4th ഫ്ലോറിലാണ് പോകുന്നത്. 4th ഫ്ലോറിലാണ് തിയേറ്റർ ഉള്ളത്. സെക്കൻഡ് ഫ്ലോറിലാണ് ലുലു ഉള്ളതല്ലേ? ലുലു സെക്കൻഡ് ഫ്ലോറിലാണ്. ലുലു സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. തേർഡില്ല. ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇത് സെക്കൻഡ് ഫ്ലോറിൽ. സെക്കൻഡ് ഫ്ലോറിലാണ്. ഇവിടെയാണ് ലുലു ഉള്ളത്. വെള്ളം എടുക്കാന്നാ? വേണ്ട, ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോകണം. ഏറ്റവും മുകളിൽ പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും അപ്പുറത്തോടെ പോകണം. അതിലേ കൊടുക്കാം ദില്ലിയുടെ. നീയൊന്നും ഇല്ല, നീയൊന്നും ഇല്ല. ഇത് ചെക്ക എന്തോടെ കാണിക്കുന്നേ? അത് വാറല്ല എന്ന് പറഞ്ഞ കേട്ടോ. നമുക്ക് ഇനി ഒന്നും കൂടെ മേളിലോട്ട് പോണ്ടേ? അല്ല, ഇതല്ലേ ഇവിടെ തിയേറ്റർ? ഇവിടെ അല്ലേ? അപ്പൊ തിയേറ്റർ അവിടെ? ഇനിയും കയറി പോണല്ലേ? ഏതാ? എന്നെ കൊണ്ടോ അവിടുന്ന്. ഇത് കുട്ടികളുടെ കളിക്കുന്ന സ്ഥലം. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതും കുട്ടികൾ കളിക്കുന്ന സ്ഥലവും. ഏത്? ഹായ്, സൂപ്പർ സ്ഥലമാണല്ലോ. ഇത് കൊള്ളാല്ലത്. സമയം രസമുണ്ടല്ലേ? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോകണം. ഇത് ഒഴുക്കുണ്ടല്ലേ? പക്ഷെ ഇതിന്റെ മറിയൊന്നും പേടിക്കണ്ട കേട്ടോ. മറിയൊന്നും പേടിക്കണ്ട. പിള്ളേർ അതിനകത്ത് തന്നെ കിടന്നോളൂ. ഇവിടെ മുതലാ നമ്മൾ മുക്ത തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പടം. ഇവിടെ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കയറിയാണ്. അയ്യോ, അതാണ്ട് ആളിരിക്കുന്നത്. വേണ്ട വേണ്ട. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് അകത്ത് കയറി കേട്ടോ. നമ്മളെ സ്ക്രീൻ എത്രയാ? 5 നമ്മൾ 5ാമത്തെ സ്ക്രീനാണോ? അങ്ങേയറ്റത്തെ സ്ക്രീനാണ്. ഇത് 5ാമത്തെ സ്ക്രീനാണ് നമുക്കുള്ളത്. ഇവിടെ എല്ലാം കണ്ട നമുക്ക് പോപ്കോണോ. അത് നമുക്ക് പോപ്കോൺ മേടിക്കണോ? വേണ്ടല്ലേ? വേണ്ട, ഭയങ്കര പൈസയാണ് കൈസ് ഇവിടെ മേടിക്കാൻ. നമുക്ക് അത്രയും പൈസ ഇല്ല. നമ്മളെങ്ങനെയെങ്കിലും പടം കാണാൻ പോവാം. ഓക്കെ, നമുക്കിനി എന്താ ബഹ്റൈനിലെ തിയേറ്റർ കാണിച്ചു തരാം. ഞങ്ങൾ
5 കയറി പോകാൻ പോവാണ്. ഇത് വലിയൊരു സ്ക്രീനാണ് ഇവിടുത്തെ. കയറും. മൂന്നാളോട്ടെ. വിഷയം റൊമാൻസ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളറകളിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ അല്ലേ? എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോൾ ബാക്കി സിനിമ തുടങ്ങിയതിന് ശേഷം പറയാം. അല്ല, സിനിമ കഴിഞ്ഞതിന് ശേഷം പറയാം. இதெல்லாம் அவங்க கேட்ட மாதிரி தெரியலையே குமார். நான் டீ டோட்டல இருக்கான், உங்களுக்கு தான் தெரியுமே. ஆமா ஆமா. കഴിഞ്ഞ ഗൈസ് അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ ഇറങ്ങി 1:30 ആയപ്പോഴത്തേക്ക് പടം കഴിഞ്ഞു. എല്ലാവരും എന്താണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആയപ്പോഴത്തേക്ക് പടം കണ്ട് തീർന്നിട്ട് ഇറങ്ങി. അല്ല, 1:30 ആയപ്പോഴത്തേക്ക് പടം കണ്ട് തീർന്നിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞത്. ഒന്നില്ലേ പോട്ടെ. ക്ഷണക്കട വാറങ്ങണം കണ്ടാൽ മതിയായിരുന്നു. അയ്യോ അയ്യോ, എന്തായാലും കൊള്ളായിരുന്നു. 1:30 എണീച്ച് പോയ കാര്യമായി. വാർ 2 ആണോ? വാർ 2 ലിഫ്റ്റ് കയറി താഴെ ചെന്ന് ഇതല്ലേ കഴിഞ്ഞു. ഓ, ആരുമില്ല. പടമൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പം വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോവാം. വണ്ടിയുടെ അകത്ത് കയറിയിട്ട് പടം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. എന്തോ ഇതിലൊന്നുമില്ല, BGM ഇല്ലാതായിപ്പോ അല്ലേ. അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഇനി ഓരോരുത്തരുടെ അഭിപ്രായം പറയാം. ഫസ്റ്റില് ആരാ പറയുന്നത്? ആർക്കും ഇല്ലേ? പോരാ. ആകാശിന് എങ്ങനെയാടാ? സ്റ്റോറി ആണോ എങ്ങനെ? ഒന്നുമില്ല, ഒന്നിനും പറയാൻ വേണ്ടിയില്ല. നമ്മളെ ചെക്ക എങ്ങനെ ഉണ്ട്? സൗബിൻ സബിൻ പൊളിച്ചില്ലേ? അസർ എങ്ങനെ ഉണ്ടാ? നമ്മളെ ഇല്ലില്ല. മറ്റേ ലോകേഷ് കനകരാജ് എങ്ങനെ ഉണ്ട്? പണി പാളിയോ? അങ്ങോട്ട് സെറ്റായില്ലല്ലേ? നമ്മള് എന്താ പറയാ, ഞാനെന്തായാലും ഇത്തരം പ്രതീക്ഷയൊന്നുമില്ല, വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഈ അവസാനം 1 മണിക്കൊക്കെ പോയി ടിക്കറ്റ് എടുത്തൊരവസ്ഥയാണ്. രാത്രി 1 മണിക്കൊക്കെ പോയി ടിക്കറ്റ് എടുത്തവർക്ക് ഇങ്ങനെ അവർക്ക് മോശം നല്ല മോശം ഇല്ല. അവര് നല്ല ഉറങ്ങി കാണും ചിലപ്പോ അല്ലേ? പണി കഴിഞ്ഞതാ. തിയേറ്റർ എക്സ്പീരിയൻസിന് എന്തുണ്ട്? ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനുമില്ലല്ലേ. മോശമെന്ന് പറയാനുണ്ടോ? മോശമെന്ന് പറയാനില്ല. ആകാശിന്റെ അഭിപ്രായം എങ്ങനെയാടാ? വേറെ മറ്റുള്ള രീതിയിലുള്ള പറയാൻ പ്രത്യേകിച്ച് അതാണ് പ്രശ്നം. എപ്പോഴും എടുക്കുന്ന പോലത്തെ ഒരു പടമല്ലേ? ചെറിയൊരു വ്യത്യാസം മാത്രം. ഫാൻമെയ്ഡ് പടം. അതാണ് ഓരോരുത്തരുടെയും പടം കണ്ടതിന്റെ വിലയിരുത്തല്. എന്തായാലും കുഴപ്പമില്ല, നല്ല ഉറക്കം വരുന്നു.
അര ദിവസത്തെ കൂലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും രാത്രി ആയതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് ഉറങ്ങാൻ പറ്റും. അമീർ ഖാൻ എന്തോ ലാസ്റ്റ് വന്ന് കാണിച്ചേ, എന്തോ കാണിച്ചത്? അമീർ ഖാൻ എന്തിനാ കൊണ്ടുവന്നേ? 3 പട്ടികളെയും പിടിച്ചോണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്തോ ഒന്നൊരു പിടുത്തമില്ല. പക്ഷേ കാണാത്തവര് പോയി കാണണ്ടല്ലേ, കുഴപ്പമില്ല. വലിയ പ്രതീക്ഷ കൈവിടുണ്ട്. ഗൈസ് നിങ്ങൾ പോയി കാണണം ഗൈസ്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങളോ ഏതെങ്കിലും പോയി, നിങ്ങളും കൂടെ എന്തെങ്കിലും ഒന്ന് കണ്ട് എന്തെങ്കിലും ഒന്ന് പറയണം. അല്ല, റിവ്യൂ കണ്ടിട്ട് പോവാതിരിക്കല്ലേ. പലവർക്കും പല അഭിപ്രായമില്ലേ. കാണാൻ താല്പര്യമുള്ളവരൊക്കെ പോയി കാണുക. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇല്ല, തീർത്തും പറയാൻ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളെ റിവ്യൂ കേട്ടിട്ട് ഇനി ആരും പോയി കാണാതിരിക്കണ്ട. എന്താ ആകാശേ? അതെ, പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തായാലും ബിഗ് ബഡ്ജറ്റ് അല്ലേ? ബിഗ് ബഡ്ജറ്റ് അപ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളു. ഞങ്ങളെ ഇന്നത്തെ കൂലി കാണാമെന്ന കൂലി, ഒരു ദിവസത്തെ കൂലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.